എൻ്റെ പേര് ഗിരിജ. ഞാൻ എടക്കനാട് GMUP സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആണ്. തിരൂർ സബ് ജില്ലയിൽ തന്നെ ഒരുപാട് ഗവൺമെന്റ് സ്കൂളുകളുണ്ട്. അതിൽ നിന്ന് ഒരു സ്കൂള് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. കുട്ടികളും അല്ലാതെ എക്സൈറ്റഡ് ആണ്. അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ അവര് സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവര് റോബോട്ടിക്സിന്റെ ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമുക്കൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു. എടക്കനാട് സ്കൂളിലെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ലൈവ്ലിനെസ് തന്നെയാണ്. അവർ വളരെ ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങൾക്കും അവർ ആദ്യം ചെല്ലും. അവർക്കങ്ങനെ പ്രത്യേകിച്ച് മടിയോ പ്രസന്റ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമില്ല. പല സമയങ്ങളിൽ നമ്മളൊരു ടീമിനെ നിങ്ങളുടെ വർക്ക് കൊള്ളാം അപ്രീഷിയേറ്റ് ചെയ്യുമ്പം ഒട്ടന്നെ തന്നെ അടുത്തൊരു ടീം തൊട്ടടുത്ത ടീം തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും, അപ്പോൾ സാർ ഞങ്ങളുടെ ടീം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ നിങ്ങളുടെ ടീമും നിങ്ങളുടെ പ്രൊജക്റ്റും നല്ലതായിരുന്നു. കുട്ടികൾ ഈ ഒരു പ്രൊജക്റ്റ് എത്രത്തോളം അത് വിജയത്തിലേക്ക് എത്തിക്കും എന്നൊരു ആശങ്ക എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. കാരണം നമ്മുടെ സ്കൂളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ വേറെ നടക്കാറുണ്ട്. അതിലെല്ലാം കുട്ടികൾ അവസാനമാകുമ്പോഴേക്ക് ഒരു കൊഴിഞ്ഞുപോക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. തുടക്കത്തിലുള്ള കുട്ടികളുടെ എണ്ണം അവസാനമാകുമ്പോഴേക്ക് എത്താറില്ല. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വിജയമായി തോന്നിയത് മുഴുവൻ കുട്ടികളും അവസാന നിമിഷം വരെ വളരെ എനർജറ്റിക് ആയി നമ്മുടെ കൂടെ നിന്നു. ഏതൊരു സ്കൂളിലും ഒരു റോബോട്ടിക്സ് പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ടാണ് പ്രധാനമായിട്ടും വേണ്ടത്. കാരണം നമുക്കറിയാം അത്രയധികം ലാപ്ടോപ്പുകൾ വേണം, അതിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം, പിന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം, പിന്നെ കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും ഫീഡ്ബാക്കുകളോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇൻപുട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഫാക്കൽറ്റീസ് നല്ല രീതിയിൽ അതിൽ വർക്ക് ചെയ്യണം. നമ്മുടെ കുട്ടികൾ വളരെ ഇത്രത്തോളം വളരെ എനർജറ്റിക് ആയിട്ടൊരു പ്രോജക്റ്റ് സ്റ്റേജിൽ അവതരിപ്പിച്ച് കാണുമ്പോൾ അതിയായ സന്തോഷം എനിക്ക് തോന്നുന്നു. അത്രയും വലിയ ഒരു വേദിയിൽ കുട്ടികൾ ബാക്കിയുള്ളവരെ ഫേസ് ചെയ്ത് അവരൊരു മടിയില്ലാതെ അവരുടെ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്ത ആ ഒരു മൊമെൻ്റാണ് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ഡേ ആയിട്ട് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സോഫ്റ്റ് സ്കില്ലിൽ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ AI പറ്റിയിട്ടുള്ള പറഞ്ഞു കേട്ട ധാരണകളിൽ നിന്ന് കൂടുതലായിട്ട് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാൻ ഈ റോബോട്ടിക്സ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇനിയും അതൊരു തുടർച്ച ലഭിക്കുന്ന തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് നമ്മൾ ഒരു അടുത്തൊരു സ്റ്റേജിലേക്ക് കൂടി കുട്ടികളെ എത്തിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഒരു കുറച്ചുകൂടി അത് ഇൻപുട്ട് കിട്ടുന്ന രൂപത്തിലേക്ക് ഈ പ്രോജക്റ്റിന് ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമാണ് എനിക്ക് പറയുന്നത്.